പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിലുടനീളം പണികൾ അതിവേഗത്തിൽ മുന്നേറുകയാണ്. ചിലയിടങ്ങളിൽ സിമന്റ് പാകി മിനുക്കുന്നു, മറ്റു ചിലയിടങ്ങളിൽ സിമന്റ് അടിച്ചു പൊട്ടിക്കുന്നു. ഇപ്പോഴും പലയിടത്തും മണലും ചല്ലിയും ഇറക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം നട തുറക്കും. അതിനു മുമ്പ് പണികൾ പൂർത്തിയാവുമെന്ന് ഒരു ഉറപ്പുമില്ല. ഷെഡ് കെട്ടുന്നതിനുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിന് ട്രാക്ടറിന് സഞ്ചരിക്കാൻ പടിക്കെട്ടിന് മുകളിലൂടെ താൽക്കാലിക റോഡ് പണിതിരുന്നു. ഇത് പൊട്ടിച്ചു മാറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ ഇപ്പോൾ. അപ്പാച്ചിമേടിന് താഴെ മാത്രം 8 ഷെഡുകളാണ് കെട്ടിയത്. നീലിമലയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാർഡിയോളജി കെയർ സെന്ററിൽ പെയിന്റിംഗ് പുരോഗമിക്കുന്നു. കാനനപാതയുടെ ഇരുവശത്തും വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാടിനായി അരിപ്പൊടിയും കപ്പമാവും കുഴച്ച് ഉരുട്ടിയെടുക്കുന്നു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ദാഹജലം ലഭ്യമാക്കാനുള്ള സംവിധാനം എവിടെയുമില്ല. സന്നിധാനത്തേക്കുള്ള വഴിയിൽ പലയിടത്തും ശുദ്ധജല കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയിലെല്ലാം ടാപ്പുകൾ തകർക്കപ്പെട്ട നിലയിലാണ്. സന്നിധാനത്തെ ശുദ്ധജല കിയോസ്കിലും ടാപ്പുകളില്ല. ദാഹം തീർക്കാൻ ഭക്തർക്ക് കുപ്പിവെള്ളം തന്നെ ആശ്രയം. പ്ലാസ്റ്റിക് മാലിന്യം വർദ്ധിക്കുക എന്നതാണ് ഇതിന്റെ ഫലം. എന്തായാലും ഇക്കുറി തീർത്ഥാടനം കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും. പിടിച്ചു കയറാൻ ഇരുമ്പ് കൈവരികൾ, കാലുറപ്പിക്കാൻ സിമന്റും കല്ലും പാകിയ പാത, വെയിലും മഴയും ഏൽക്കാതെ രക്ഷിക്കാൻ മേൽക്കൂര. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ മേൽക്കൂരില്ലാത്ത മേഖല വളരെ കുറച്ച് മാത്രം. ഈ ശരണ വഴികളിലൂടെ അയ്യനെ കാണാനെത്തുന്നവരുടെ കുത്തൊഴുക്ക് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എല്ലാം പതിവ് പോലെ തന്നെ സിമന്റ് പാകി വൃത്തിയാക്കിയ വഴികളിലൂടെ കടന്നു വരുന്ന അയ്യപ്പന്മാരുടെ ഒരു ശരണം വിളിയിൽ മാറ്റമുണ്ടാവും. കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നതിന്. ശബരിമലയിൽ നിന്ന് ക്യാമറമാൻ അരുൺ ആലക്കോടിനൊപ്പം VS ശ്യാംലാൽ, ഇന്ത്യ വിഷൻ.